വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവരാണെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി പലിശക്കെടുത്തും കടം വാങ്ങിച്ചുമൊക്കെ സ്വർണ്ണമൊക്കെ ഡ്രസ്സുമൊക്കെ വാങ്ങിക്കാൻ പോയതാണ്. അന്നേരം അതെല്ലായിടത്തും അമ്മയെ കാണിക്കുമെന്ന് പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ അതൊക്കെ നോക്കുമ്പോൾ അതിലെ ബാഗ് കാണുന്നില്ല. അന്നേരം അച്ഛാ ബാഗ് എവിടെയും ചോദിക്കുമ്പോൾ അത് എന്നോടാണോ ചോദിക്കുന്നത്, നീ അല്ലേ ബാഗ് തോളി തൂക്കിയിട്ട് കൊണ്ട് നടന്നത്, എല്ലായിടത്തും നോക്കുമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയാണെങ്കിൽ മുറ്റത്തും വന്ന വഴിക്കുമൊക്കെ പോയി നോക്കുന്നുണ്ട്. അന്നേരം അവിടെയെങ്കിലും കാണാനില്ല എന്ന് പറയുമ്പോൾ അത് കണ്ടില്ലെങ്കിൽ കയറെടുക്കാനേ നിവർത്തിയുള്ളൂ, ഇനി എന്ത് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ അമ്മ പറയുന്നുണ്ട്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ അച്ഛനും മോളും കൂടി കൊണ്ട് കളഞ്ഞോ, നിങ്ങൾ എവിടെയൊക്കെ പോയി ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറയുകയാണ്. അന്നേരം സ്വർണ്ണക്കടയിൽ നേരെ ഓട്ടോയിലാണ് വന്നതെന്ന് പറയുമ്പോൾ ഇനി ആ ഓട്ടോയിൽ എങ്ങനെ കാണാം, ഓട്ടോക്കാരനോട് ചോദിക്കാമെന്ന് പറയുമ്പോൾ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്പർ അവരുടെ കയ്യിലില്ലല്ലോ. പിന്നെ വേറൊരു ഓട്ടോയിലാണ് അവർ വീട്ടിലേക്ക് വന്നത്. അന്നേരം അവരാകെ ഇങ്ങ് വിഷമിക്കുന്നുണ്ട്. അന്നേരം ഈ കുട്ടി പറയുകയാണ് സ്വർണ്ണക്കടയിലൊന്ന് വിളിച്ച് ചോദിക്കാമെന്ന്. അന്നേരം എടുക്കാൻ മറന്നു പോയതാണെങ്കിലോ എന്ന് വിചാരിച്ച് സ്വർണ്ണക്കടയിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ഫോൺ എടുക്കുന്നില്ല. അന്നേരം അച്ഛൻ പറയുകയാണ് രാത്രിയായില്ലേ, കട അടച്ച് കാണും, നമുക്ക് ഇപ്പം തന്നെ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം, അല്ലെങ്കിൽ ഓട്ടോക്കാരനെ കണ്ട് ചോദിക്കാം, മറന്നു വെച്ചതാണെങ്കിൽ അവരെന്തായാലും തരും, രക്ഷിക്കണേ, നാളെ മറ്റന്നാൾ കഴിഞ്ഞൊരു കല്യാണമാണ്, എന്ത് ചെയ്യും, കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ്, അത് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളൊരു ആശ്വാസത്തിൽ അവർ നിൽക്കുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ സത്യഭാമയുടെ വീട്ടിൽ പൊന്നിയും ശാന്തയൊക്കെ അടുക്കളയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഭാമ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അന്നേരം സത്യാമ്മ പുലർച്ചെയാണോ സ്വപ്നം കണ്ടത് എന്നിങ്ങനെ പൊന്നി ചോദിക്കുന്നുണ്ട്. അന്നേരം രാത്രിയാണ് കണ്ടതിന് ശേഷം ഒരു മനസ്സമാധാനം ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ഭാമ രാത്രി എന്തോ സ്വപ്നം കണ്ട് ആകെ ഒരു അസ്വസ്ഥതയായിട്ടിരിക്കുകയാണ്. അന്നേരം ശാന്ത പറയുന്നുണ്ട്, എങ്കിൽ ആരെങ്കിലും കൊണ്ട് നോക്കിക്കുന്നത് നല്ലതാണ്, വിശ്വാസമുണ്ടെങ്കിൽ മതി, ആരെയും ഇതൊന്നും അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ വിശ്വാസമൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ ഇവിടെ അടുത്തെങ്ങാണ്ട് നല്ല ജ്യോത്സ്യന്മാർ വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ഭാമ ചോദിച്ചുകൊണ്ടിരിക്കും. പിള്ളയാണെങ്കിൽ ഒരു കവറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എത്ര ജ്യോത്സ്യന്മാരെ വേണം, നല്ല ആളൊരു മിടുക്കൻ ജ്യോത്സ്യനുണ്ടെന്ന് പറഞ്ഞിട്ട് പിള്ളയാണെങ്കിൽ കൊണ്ടുവന്ന കവറിൽ നിന്നും പഴം എടുക്കുന്നുണ്ട്. എന്തിലോ ചേർക്കാനായിട്ട് പഴം വേണമെന്ന് പറഞ്ഞില്ലേ എന്ന് പൊന്നിയോട് പറയുകയാണ്. അത് ഇന്നലെ അല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പം ആവശ്യം കഴിഞ്ഞോ, എങ്കിൽ നാളെ പുട്ടിനെടുക്കാമെന്ന് പറഞ്ഞിട്ട് പിള്ളയാണെങ്കിൽ അത് അവിടത്തേക്ക് വെക്കുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, ഇനി സത്യാമ്മ ചോദിച്ച ജ്യോത്സ്യൻ്റെ കാര്യം, ശിവാനന്ദൻ ജ്യോത്സ്യൻ എന്നാണ് പേര്, ആള് ബഹുമിടുക്കനാണ്, പറഞ്ഞാൽ അച്ചിട്ടമാണ്, പക്ഷേ കാണാനൊക്കെ ഭയങ്കര തിരക്കാണ്, കാണാനൊക്കെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം, സത്യാമ്മയ്ക്ക് കാണണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുന്നും വേണ്ട, അതിന് വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ എൻ്റെ പരിചയത്തിലുണ്ട്, എപ്പോൾ കാണണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം പൊന്നിയും പറയുന്നുണ്ട്, പേര് ഞാൻ കേട്ടിട്ടുണ്ട്, ആ ഒരു സ്ഥലപ്പേരൊക്കെ പൊന്നി പറയുകയാണ്. തുടർന്നും പിന്നെ എന്തായാലും ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർക്കണം, പരിഹാരങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചെയ്താൽ മതിയല്ലോ എന്നിങ്ങനെ ഭാമ പറയുകയാണ്. അന്നേരം പിതൃക്കൾക്ക് കോപം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ വീട് വിട്ട് അലയേണ്ടി വരുന്നത്, അവർക്ക് കോപം വരുമ്പോൾ പിന്നെ അവർ ഒരു സ്വസ്ഥതയും സമാധാനം തരില്ല, ഈ കർക്കിടവാവിന് ബലിയിടുന്നതൊക്കെ അവർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയല്ലേ എന്ന് പറയുകയാണ്. തുടർന്ന് ഭാമ പറയുന്നുണ്ടെങ്കിൽ പിന്നെ പിള്ള തന്നെ കാണേണ്ട സമയവും തീയതിയൊക്കെ ഒന്ന് കുറിച്ചോ, നമുക്ക് എന്തായാലും പോയി കണ്ടേക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരവും ഈ മുറ്റത്ത് കിടക്കുന്ന ഓട്ടോ കാണിക്കുന്നുണ്ട്, ഈ അതിൽ കിടക്കുന്ന ബാഗൊക്കെ കാണിക്കുകയാണ്. ഈ ജോത്സ്യന് പേര് പറയുമ്പോൾ ഒരു ജോത്സ്യൻ ഇങ്ങനെ കവിടി നിരത്തുന്നതും ഫലം നോക്കി പറയുന്ന സീനുകളും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് അവിടെ കുടുംബശ്രീ വീട്ടിലെ രോഹിത് ആണെങ്കിൽ എവിടെ പോകാനായിട്ട് റെഡി ഇറങ്ങുന്നുണ്ട്. അന്നേരം ശ്യാമ ഇറങ്ങിയാണ്. അന്നേരം ശാരദാമ്മ ചായ ഉണ്ടോന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം ഏത് അമ്പലത്തിലാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ശാരദാമ്മ. അന്നേരം നാട്ടിലെ ഒരു അമ്പലത്തിലാണ് എന്ന് പറഞ്ഞിട്ട്, അമ്മയുടെ നാട്ടിലെ അമ്പലത്തിലാണ്, അവിടെ തന്നെയാണ് ബലിയിടുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം ശ്യാമയും ശാലിനിയും കുട്ടികളും ഒക്കെ ഇറങ്ങുകയാണ്. അന്നേരം എവിടേക്ക് യാത്ര എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, രോഹിത്തിൻ്റെ അമ്മയുടെ ആണ്ടിന് ബലിയിടാനായിട്ട് സാധിച്ചില്ലല്ലോ, അതുകൊണ്ട് അവർ ഇന്ന് പോയി നാട്ടിലെ അമ്പലത്തിൽ പോയി ബലിയിടുകയാണ്, അവർ അതിന് ഇറങ്ങുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്നെ കൊണ്ടുപോകുന്നില്ലേ എന്ന് പപ്പിമോള് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അതേ മോള് പോയാൽ നമുക്ക് ഇന്നൊരു യാത്രയുണ്ട്, അതിന് പോണ്ടേന്ന്. അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട്, യാത്രയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഞാനും വിഷ്ണുവേട്ടനും സത്യയും കൂടി ഒരു ടൂർ പോകുന്നുണ്ട്, അപ്പോൾ പപ്പിയെ കൂടി കൊണ്ടുപോയാലോ എന്നിങ്ങനെ രോഹിത്തിനോട് അനുവാദം എന്ന പോലെ തന്നെയാണ് ശാലിനി ഇവിടെ ചോദിക്കുന്നത്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതിന് പ്രയോജനം ഇല്ലേന്ന്, ടൂറ് പോകുന്നു എന്ന് കേട്ടുമ്പോൾ കുട്ടികളെ എന്നും പറഞ്ഞ് ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. തുടർന്നാണെങ്കിൽ വിഷ്ണുവേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല, എവിടേക്കാണ് പോകേണ്ടതെന്നും തീരുമാനിച്ചിട്ടില്ല, അനു എല്ലാം തയ്യാറാക്കിയിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, കുട്ടികളുടെ സന്തോഷമല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും പോയിട്ട് വാന്ന് പറയുന്നുണ്ട്. അതൊരു ടാങ്ക് വെച്ചാന്നിങ്ങനെ പപ്പി പറയുകയാണ്. തുടർന്ന് ശ്യാമയാണെങ്കിൽ എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പപ്പിക്ക് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. രണ്ടുപേരോടും പറയുന്നുണ്ട്, രണ്ടുപേരും ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. ശ്രദ്ധിച്ചോളാം അമ്മയെന്നിങ്ങനെ ആൻറ്റിന്നും ഇങ്ങനെ രണ്ടുപേരും പറയുന്നുണ്ട്. തുടർന്ന് ശ്യാമയും രോഹിത്തും കൂടി സന്തോഷത്തോടെ അവർ ഇറങ്ങുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ച് പോകുന്നതൊക്കെ ശാലിനി ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ശാരദാമ്മ പറയുന്നുണ്ട്, ഞാനാണ് നിങ്ങൾ ടൂറിന് പോകാനൊക്കെ പറയുന്നത്, എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം, ഇനി പോകുന്ന സ്ഥലമൊന്ന് അറിയട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ അനുപല്ലവി ആണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്.
ടൂറ് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ അറിയാമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അന്നേരം പൊന്മുടിയിലെല്ലാം റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പൊന്മുടിയോ എന്നിങ്ങനെ ശാലിനി എടുത്ത് ചോദിക്കുകയാണ്. അന്നേരം കുട്ടികൾ അവിടെ ആകെ സന്തോഷത്തിലാണ് ഇത് കേൾക്കുമ്പോൾ. അന്നേരം താമസിക്കാനെന്ന് ചോദിക്കുമ്പോൾ അവിടെ ക്വാർട്ടേഴ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ മേഡം പറഞ്ഞാൽ മതി, പിന്നെ ടെൻറ്റ് കിട്ടി അതിനുള്ള സംവിധാനം എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് ഒഫീഷ്യലായിട്ടുള്ള ടൂറല്ല, തികച്ചും പേഴ്സണലാണ്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് മാത്രമായിട്ട് 2 ദിവസം, അതുകൊണ്ടാണ് പേഴ്സണലായിട്ട് എന്ന് എടുത്തു പറഞ്ഞതെന്ന് പറയുമ്പോൾ അനുവല്ലേ പറയുന്നുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട്, വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാഡം എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് പൊന്മുടി എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ കുട്ടികൾ എന്നും പറഞ്ഞ് ആകെ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. തുടർന്ന് വാട്ടർ തീം പാർക്ക് മതിയായിരുന്നു, അത് ആകുമ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങാമായിരുന്നു എന്നിങ്ങനെ പപ്പിയും പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ ആ ഒരു സങ്കടം വേണ്ട, ആദ്യം നമ്മൾ വാട്ടർ തീം പാർക്കിൽ പോകുന്നു, അതിനുശേഷം പൊന്മുടിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കുട്ടികൾ ആകെ സന്തോഷത്തിലാണ്. അതിനുശേഷം നമുക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാമെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് ഓടുകയാണ്. അന്നേരം ശാരദാവും പറയുന്നുണ്ട് കുട്ടികൾ ആകെ സന്തോഷത്തിലാണെന്നുള്ളത് വിഷ്ണുവിനെ വിളിച്ചറിയിക്കാനായിട്ട്. ഇന്നലെ പറഞ്ഞെങ്കിലും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കില്ലല്ലോ, കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറയും, അത് പറയാതെ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ, അതിനെന്താ ഒരു വഴി എന്നിങ്ങനെ ശാലിനി ആലോചിക്കുന്നുണ്ട്. അന്നേരം അകത്ത് നിന്ന് ഈ കുട്ടികൾ ശാരദാമ്മയെ വിളിക്കുകയാണ്. അന്നേരം എന്തായാലും പെട്ടെന്ന് കാര്യങ്ങൾ വിഷ്ണുവിനെ അറിയിക്കുക, പെട്ടെന്ന് ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അകത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം ഈ അച്ഛനും മകളും കൂടിയാണെങ്കിൽ ആ സ്വർണ്ണം വാങ്ങിച്ച സ്വർണ്ണക്കടയിലേക്ക് പിറ്റേന്ന് എത്തുന്നുണ്ട്. അന്നേരം അവിടെ ചെല്ലുമ്പോൾ എന്താണ് വേണ്ടത്, ആഭരണം വേണമെന്നൊക്കെ സെയിൽസ്മാൻ ചോദിക്കുമ്പോൾ അതൊന്നും അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് കുട്ടി പറയാൻ തുടങ്ങുകയാണ്. മുതലാളിയാണെങ്കിൽ അടുത്തൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് സ്വർണ്ണം വാങ്ങാൻ വന്നിരുന്നു രാത്രിയിലെന്ന് പറയുമ്പോൾ വേറൊരാളിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം ആ വന്നിരുന്നു കടയടയ്ക്കുന്നതിന് തൊട്ട് മുന്നേ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് ഞങ്ങൾ വാങ്ങിച്ചത് 30 പവൻ, പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ അത് കാണാനില്ല എന്ന് പറയുകയാണ്. അന്നേരം അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നിങ്ങനെ മുതലാളി പറയുന്നുണ്ട്. അന്നേരം സെയിൽസ്മാൻ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ബാഗിലാക്കി കൊണ്ടുപോയതാണ്, അതെനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുകയാണ്. വേറെ എവിടെയെങ്കിലും പോയിരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു, പക്ഷേ ആ ഓട്ടോ വഴിയിൽ വെച്ച് കേടായി, പക്ഷേ ആ ഓട്ടോയുടെ നമ്പർ ഇവിടുത്തെ CCTVയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊന്ന് അന്വേഷിക്കാമായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം മുതലാളി പറയുന്നുണ്ട് നിങ്ങൾക്കായിട്ട് CCTV ഫുട്ടേജ് തരാൻ സാധിക്കില്ല, നിങ്ങൾ ഈ കാര്യങ്ങൾ വെച്ച് പോലീസിന് പരാതി കൊടുക്കുക, അവർ വരട്ടെ, അവർ വന്ന് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് കൊടുത്തോളാം എന്ന് പറയുകയാണ്. അന്നേരം ഈ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ ആ നമ്പറും തന്നിരുന്നെങ്കിൽ നമുക്ക് പോയി അന്വേഷിക്കാമായിരുന്നു, ഒരു സമാധാനത്തിനെന്ന് പറയുമ്പോൾ അത് പറ്റില്ല, പോകുന്നത് നമ്മുടെ സമാധാനക്കേടാണ്, നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും, പോലീസ് വരട്ടെ, അവരന്വേഷിക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ അവരിങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിലെ പൊന്നിയാണെങ്കിൽ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം സത്യഭാമ ഓരോ കടകളൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇത് തികയില്ലാന്ന് തോന്നുന്നു, വേറൊരു സഞ്ചി കൂടി എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഭാമ പറയുകയാണ് ഞാൻ കുറച്ച് കാ വറുത്തത് പാക്ക് ചെയ്യാം, അത് ബസ് സ്റ്റാൻഡിലെ പുതിയ കടയിലാണ്, അവർ ചോദിച്ചിരുന്നു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് പാക്ക് ചെയ്യാനായിട്ട് ഭാമ പോകുന്നുണ്ട്. ഈ സമയത്ത് ശാലിനി ആണെങ്കിൽ ശാന്തയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അന്നേരം ശാലിനി കുഞ്ഞാണല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് മുറ്റത്തേക്ക് വെളിയിലേക്ക് പോയി സംസാരിക്കുന്നുണ്ട്. അന്നേരം എന്താ കുഞ്ഞെന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മയുടെ വീട്ടിലല്ലേ, സത്യാമ്മ അടുത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, ഞാൻ മുറ്റത്ത് നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ അച്ഛൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുത്ത് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അതിനെന്താ കൊടുക്കാമല്ലോ, രാഘവൻ സാർ മുറ്റത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരുടെ കയ്യിലേക്ക് ശാലിനി കുഞ്ഞാണെന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്നുണ്ട്. അന്നേരം പിള്ളയാണെങ്കിൽ അവിടെ എന്തൊക്കെ ചെടിയൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ്. രാഘവൻ നായർ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പൊന്നി അടുത്ത് തന്നെ ഉണ്ട്. അന്നേരം എന്താ മോളെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് വെച്ചാൽ കുട്ടികൾക്ക് ആകെ ഒരു മൂഡ് ഓഫ്, അപ്പോൾ ഒരു ടൂറ് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ അത് നല്ലത് തന്നെയാണ്, ഞാൻ അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചതാണ്, വിഷ്ണു ഇവിടെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവേട്ടനോട് ഞാൻ പറഞ്ഞില്ല, അത് അവതരിപ്പിക്കാനായിട്ട് അച്ഛനോട് എന്ന് പറയുമ്പോൾ അത് മോളെ ഞാൻ പറയാം, നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കിക്കോളൂ, അവനെ പറഞ്ഞ് സമ്മതിച്ചു വിടുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുകയാണ്. അന്നേരം ശാലിനിയുടെ അടുത്തേക്ക് കുട്ടികൾ രണ്ടുപേരും കൂടി വരുന്നുണ്ട്. അച്ഛനാണെന്ന് പറയുമ്പോൾ സംസാരിക്കണമെന്ന് പറയുകയാണ്. കുട്ടികളുടെ കയ്യിൽ കൊടുത്തേന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം സ്പീക്കറിലിട്ട് ഈ കുട്ടികൾ കൊടുക്കുകയാണ്. അന്നേരം നിങ്ങൾ ടൂറൊക്കെ പോവുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്ത് കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ എന്താ വേണ്ടതെന്നൊക്കെ കുട്ടികൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. സീറ്റ്സ് മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അച്ഛനൊന്നും വേണ്ട, അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ അച്ഛനെ വന്നൊന്ന് കണ്ടാൽ മതി, കാണുന്നത് തന്നെ അച്ഛന് സന്തോഷമാണെന്ന് പറയുമ്പോൾ അങ്ങനെ ശരി അതൊക്കെ പറഞ്ഞിട്ട് ശാലിനിക്ക് കൊടുത്തേന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ്. അന്നേരം മോള് എല്ലാം പ്ലാൻ ചെയ്തോ എന്ന് പറയും, ഉടനെ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും, നിങ്ങളെല്ലാം പ്ലാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. അന്നേരം എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്.
തുടർന്ന് എന്താ സാറേ എന്നിങ്ങനെ പിള്ള ചോദിക്കുമ്പോൾ അവർ ടൂറ് പ്ലാൻ ചെയ്യുകയാടോ എന്ന് പറയുകയാണ്. അന്നേരം അത് നല്ല തന്നെയാണ്, വിഷ്ണുകുഞ്ഞിനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം, കുട്ടികൾക്ക് സന്തോഷമാവുമല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തിരിക്കുന്നു. ശാന്ത ഫോൺ വാങ്ങിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട്. സത്യഭാമ അത് കാണുന്നില്ല, ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഓട്ടോയിൽ സ്വർണ്ണം അതിനകത്ത് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇനി ഇവർ സഞ്ചിയിലൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ സ്വർണ്ണം ഇനി കൊണ്ട് കൊടുക്കുമോ, കടയിലെങ്ങാനും കൊടുക്കുന്ന പാക്കറ്റ് മാറിപ്പോകുമോ എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. അടുത്ത ടൂറ് തന്നെയാണ് കാണിക്കുന്നത്, പോകുമായിരിക്കും, അത് നോക്കാം. ഓക്കെ, താങ്ക് യു.